ഹലോ ഗൈസ്, കുളിച്ച് റെഡിയായി സുന്ദരിയായി ഡാഡിനെയും കാത്ത് അങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ. ഡാഡി ഓഫീസിൽ പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഷോയ്ക്ക് ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ടേ. അപ്പൊ കൂട്ടത്തിൽ ഞാനും കയറുന്നുണ്ട് കേട്ടോ. നമ്മുടെ കുട്ടന്മാർ രണ്ടുപേരും, ഒരാൾ സ്കൂളിലും പോയേക്കുന്ന, ഒരാൾ അമ്മാമ്മയുടെ അങ്ങാണ് കേട്ടോ. ഞാനും അമ്മാമ്മയുടെ അങ്ങ് പോകുന്നതാണേ. ഇന്നൊരു കാര്യമുണ്ട് കേട്ടോ. അതേ ഇവിടെ തള്ളു പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേറൊന്നുമല്ലോ കേട്ടോ. ഇന്ന് വായിക്ക് ഭാഗ്യമുണ്ട് കേട്ടോ. നല്ല കരിമീൻ പിടയ്ക്കുന്നത് കിട്ടി കേട്ടോ. ഇത് ആർക്ക് തിന്നാൻ ഭാഗ്യമെന്ന് ഞാൻ വരുവേ പറയാം കേട്ടോ. അപ്പൊ ദീ വന്നോണ്ടിരിക്കുന്നത് നമ്മുടെ ജിത്തോങ്കി ഇന്ന് ഗൾഫിൽ നിന്ന് വരിക എന്നാണ് കേട്ടോ. അപ്പൊ ദീ ഉച്ചയ്ക്ക് ആയപ്പോഴേക്കും അവൻ എത്തി. അപ്പൊ ദീ പെട്ടിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് അയാൾ വീട്ടിലോട്ട് വന്ന് കയറുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പം ദേ അമ്മയുടെ സ്നേഹപ്രകടനം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഈ ഗൾഫിൽ പോയിട്ട് വന്നിട്ട് ഈ ഗൾഫിൽ പോകുന്നവരുടെ ഫീലിങ്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. വന്നു കഴിയുള്ള സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് നമ്മള്. അങ്ങനെ ദേ അവന്മാർ കുട്ടന്മാരായിട്ടൊക്കെ വർത്താനം പറഞ്ഞിരുന്നു. അപ്പൊ നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടായി സ്കൂള് കഴിഞ്ഞിട്ട് വന്നപ്പോഴേക്കും ജിത്തോങ്ക് ഒളിച്ചിരിക്കുന്നതാണേ. ചോദിച്ചിരുന്നിട്ട് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര നാണമായി പോയി കേട്ടോ. അങ്ങനെ ജിത്തോങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സന്തോഷമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഒളിച്ചിരുന്നപ്പോഴത്തേക്കും അങ്ങക്കൊരു ഫോൺ വന്നു. അങ്ങനെ ജിത്തോങ്കയും മോനും കൂടി കളിച്ച് ചിരിച്ചങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നതാണ്. ഒരാൾ അന്തം വിട്ട് കുന്തങ്ങണൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഡാവിക്കുട്ടൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇത്രയും ആളുകളെ കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പൊ ദൈവന്മാർക്കുള്ള ഗിഫ്റ്റ് എപ്പോഴും അവൻ റാപ്പ് ചെയ്ത് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അത് പൊട്ടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതിനു മുമ്പായിട്ട് നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ലൈക്കും കമന്റും അടിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഈ കുട്ടന്മാരുടെ ഗിഫ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അവൻ പറഞ്ഞ ഗിഫ്റ്റ് തന്നെയാണ്. തോക്ക് വേണമെന്ന് പറഞ്ഞ അങ്കത ഇപ്പോൾ തോക്കൊക്കെ കൊണ്ടുവന്ന് കാണിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. ഡാവിക്കുട്ടൻ്റെ ഗിഫ്റ്റ് ഇപ്പുറം ഉണ്ട് കേട്ടോ. അത് വലിയ പെട്ടിക്കകത്താണ്. അപ്പോൾ അത് പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. അപ്പം ഞങ്ങളിത് ഇങ്ങനെ ഇതിനെ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പുറമേ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഷോർട്സിൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെന്നാണ് ഞാൻ ഒന്നും കൂടി പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അപ്പം ഇനി അങ്ങോട്ട് കുറച്ച് വിശേഷങ്ങളും പെരുന്നാളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒരു കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. വീടിൻ്റെ കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.